കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരത്തിന് പറ്റിയ പ്രശ്നം നാടാകെ ചവറുകൂനകൾ കുമിഞ്ഞു കൂടുന്നുണ്ട് എന്നതാണ്. അതില് കുറച്ച് ചവറിനെയൊക്കെ ഏപ്രിൽ 26-ന് വോട്ട് വെട്ടിപ്പിടിച്ച് ഒഴിവാക്കി വിടാൻ പറ്റും. പതിവ് പോലെ 15 വർഷമായിട്ട് നമ്മുടെ MP വൃത്തിയും വെടുപ്പും തരാമെന്ന് പറഞ്ഞ് പദവി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മൂക്ക് പൊത്താതെ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പണ്ട് കൊച്ചിയിൽ പോയ മണം വരുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. ഇപ്പം ഇനി തിരുവനന്തപുരത്തും ആ വിശുദ്ധ മണം ഇങ്ങ് എത്തിയിട്ടുണ്ട്. നാട് വൃത്തിയാക്കണ കാര്യം നഗരസഭയുടെ പണിയാണെങ്കിലും നമ്മുടെ തലസ്ഥാനത്തെ MP ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, മണക്കുന്നില്ലേ? അദ്ദേഹം നമുക്ക് നീട്ടിവെച്ച വാഗ്ദാനം തിരുവനന്തപുരത്തെ സ്പെയിനിലെ വേസ്റ്റ് മാറ്റൽ രീതിയിൽ ഇവിടം മാറ്റിമറിക്കുമെന്നായിരുന്നു. പക്ഷേ 15 വർഷം കഴിയുമ്പോൾ ചവറും സാറിന്റെ വാക്കും കൂന പോലെ വഴിയരികിൽ കിടപ്പുണ്ട്. തലസ്ഥാനം പണ്ടൊക്കെ തേടി വന്നിരുന്നവരുണ്ട്, പക്ഷെ ഇപ്പോൾ നാട്ടിൽ വരുന്നവര് മടുത്തു. പോകുന്ന വഴി ആ തലസ്ഥാനം ഒന്ന് കാണിച്ചു തരൂ. ആ സ്ഥാനം റൂമിൽ ചെന്നിട്ട് കാണിച്ചുതരാം. അതിതായിരുന്നോ? മുന്നേ കണ്ടിട്ടുണ്ടോ? തലസ്ഥാനം ഒന്നുകൂടെ കാണണോ? ആ സ്ഥാനം എനിക്ക് കാണണ്ട. താങ്കൾ കിട്ടിയ ഏറ്റവും വലിയ നേട്ടം വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ വന്നു എന്നുള്ളതാണ്. കല്ല് വെച്ച നുണയും ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളും കൊടുത്ത് മുങ്ങാൻ താങ്കൾ പെട്ടെന്ന് പഠിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഭാഗ്യം. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്. എഴുതി വച്ചിരിക്കുന്നതെല്ലാം പൊട്ടത്തരം. ആദ്യം ചവറ് കൊട്ടയിൽ എറിയേണ്ടത് ഈ ചവറ് പുസ്തകത്തെയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് MBAയും എടുത്ത് പുറത്ത് എറിയണം. അതിനൊക്കെ പറ്റിയ ഒരു നല്ല സമയം വരുന്നുണ്ട്. അത് ഏപ്രിൽ 26-നാണ്. നമ്മൾ എല്ലാ ചവറിൻ്റെയും കൂടെ നമ്മുടെ 15 വർഷത്തെ പഴക്കമുള്ള ഈ ചവറിനെയും കൂടി പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ദൂരെ ദൂരെ എറിയണം. ചവറും മാറും, ശല്യവും മാറും, നാറ്റവും മാറും.